ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ചലഞ്ചർ ആപ്പിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ വിലയറിഞ്ഞവരാണ് മഹാത്മാക്കൾ. അതുകൊണ്ടാണ് അവർ മഹത്വത്തിലേക്ക് നടന്നു കയറിയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് സമയത്തിൻ്റെ വില തിരിച്ചറിയുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് തിരിച്ചറിയുക. ഒരു സമയവും പാഴാക്കാതെ സമയം വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടുകൂടി ഓരോ നിമിഷവും ഫലവത്തായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചലഞ്ചർ ആപ്പിൻ്റെ ക്ലാസ്സിനോടൊപ്പം ജൈത്രയാത്ര തുടരുക. എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജുഡീഷ്യറിയാണ്, ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ചാണ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും കുറിച്ചാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനം സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിങ്ങനെയുള്ള പ്രധാന കോടതികളാണ്. അപ്പോൾ നമുക്കിത് ഒരു 3 സെഗ്മെന്റുകളായിട്ടാണ് ഈ ക്ലാസ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ജുഡീഷ്യറിയും സുപ്രീം കോടതി എന്നൊക്കെ പറയുന്ന ആ ഒരു ക്ലാസ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഏരിയ ആയതുകൊണ്ട് അതിനെ ഞാൻ 2 ക്ലാസ്സുകളാക്കുന്നു. 2 ക്ലാസ് സുപ്രീം കോടതി എന്ന് പറയുന്ന ആ ഏരിയ 2 ക്ലാസ്സുകളാക്കി മാറ്റുന്നു. പിന്നെ ഹൈക്കോടതി നമുക്കൊരു ക്ലാസ് ആയിട്ട് വിശകലനം ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ് ആണ്. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വതന്ത്രവും നീതിപൂർണവുമായ അല്ലെങ്കിൽ നീതിയുക്തവുമായ ഒരു നിയമ സംവിധാനമാണ് നമുക്കുള്ളത്. സ്വതന്ത്രവും നീതിയുക്തമായ ഒരു നിയമ സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്രവും സംയോജിതവുമായ ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണെന്ന് പറയാമോ? ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുദ്രാവാക്യം യഥോധർമ്മസ്തതോജയ. യഥോധർമ്മസ്തതോജയ. എവിടെ ധർമ്മമുണ്ടോ, എവിടെ നീതിയുണ്ടോ അവിടെ വിജയമുണ്ട് എന്നാണ് ആ ആപ്തവാക്യം. എന്താണ്? യഥോധർമ്മസ്തതോജയ. എവിടെ നീതിയുണ്ടോ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഓർത്തോളുക, ഇത് ജുഡീഷ്യറിയുടെ ആപ്തവാക്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പകർത്താവുന്ന ഒരു വലിയ സന്ദേശമാണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി നിങ്ങളൊന്ന് പരിചയപ്പെടുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്ത് സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതി, അതിന് താഴെ സബ് കോടതികൾ, അതിന് താഴെ മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും. ഇങ്ങനെ അത് ഒരേ ലെവലിൽ വരുന്നതാണ്. ഇത് നിങ്ങളൊരു ചാർട്ട് പോലെ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതി, അത് കഴിഞ്ഞ് ഹൈക്കോടതി, അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതികൾ, പിന്നെ സബ് കോടതികൾ. ആ സബ് കോടതിയുടെ കീഴിൽ ഒരേപോലെയുള്ള 2 സംവിധാനങ്ങളുണ്ട്. അത് മുൻസിഫ് കോർട്ടും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോർട്ടും. ഇവിടെ ഓർക്കുക, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാം. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കോടതി ഏത്? മുൻസിഫ് കോടതി. സിവിൽ കേസുകൾ, അതാണ് മുൻസിഫ് കോടതിയുടെ പ്രത്യേകത. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുൻസിഫ് കോടതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതെന്ന് ചോദിച്ചാൽ അത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി. ചില കോടതികൾ ഇത് രണ്ടും കൈകാര്യം ചെയ്യും. ആ കോടതികളെ നമ്മൾ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി എന്നാ പറയുന്നത്. ഒരേ കോടതിയിൽ തന്നെ സിവിൽ നിയമവും അതുപോലെ തന്നെ സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും കൈകാര്യം ചെയ്യും. ഈ മുൻസിഫ് കോടതിയുടെ തലവനെ നമ്മൾ മുൻസിഫ് എന്ന് വിളിക്കും, മുൻസിഫ് ജഡ്ജ്.
മജിസ്ട്രേറ്റ് കോടതിയുടെ തലവനെ മജിസ്ട്രേറ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ തലവനെ വിളിക്കുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്ന് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതിയുടെ പേരാണ് മുൻസിഫ് കോടതി. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതിയാണ് എന്താണ്? മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയായ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് ഒന്ന് കടക്കാം. സുപ്രീം കോടതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം, അപ്പലേറ്റ് കോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി എന്ന് നിങ്ങൾക്കറിയാം. ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സുപ്രീം കോടതി ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1950 ജാനുവരി 28-നാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന് 1950 ജാനുവരി 28 സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ മുൻഗാമി, സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ മുൻഗാമിയായി കണ്ടിരുന്നത് ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ഈ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണെന്ന് അറിയാമോ? 1937 ഒക്ടോബർ 1 1937 ഒക്ടോബർ 1 ഇന്ത്യയിൽ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. പിൽക്കാലത്താണ് അത് സുപ്രീം കോടതിയായി മാറിയത്. ഈ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ 1937 ഒക്ടോബർ 1 നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1 ഇന്ത്യയിൽ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇത്രയും ആദ്യം ഒന്ന് ഓർത്തുകൊള്ളുക. ഇനി നമ്മൾ ഇതിന് മുമ്പേ ഉള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതിയെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിലവിൽ വന്നത് 1774 കൽക്കത്തയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1974 കൽക്കത്തയിലാണ് എന്ന് ഓർക്കുക. 1774 ഈ കൽക്കത്തയിൽ സുപ്രീം കോടതി, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഒന്നുകൂടെ ഓർക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വന്നത് കൽക്കത്തയിലാണ്, 1774. ഇത് ഏത് നിയമപ്രകാരമാണ് നിലവിൽ വന്നത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. 1777 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി, ബ്രിട്ടീഷ് ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത്. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവർണർ ജനറൽ ആരാണ്? സുപ്രീം കോടതിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇത്രയും ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക, നമ്മുടെ ആദ്യ കാലഘട്ടം മുതലുള്ള കാര്യം. അപ്പം 1774 കൽക്കത്തയിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി നിലവിൽ വന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. അതാണ് പിൽക്കാലത്ത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1 ആയപ്പോൾ അതെന്തായിട്ട് മാറി? ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. പിന്നെ സ്വാതന്ത്ര്യാനന്തരമാണ് നമ്മുടെ സുപ്രീം കോടതിയായിട്ട് 1950 ജാനുവരി 28 ഇന്ത്യയുടെ സുപ്രീം കോടതിയായി മാറുന്നത്. അതിനുശേഷം നമ്മുടെ ഭരണഘടന, അതിൽ ഇന്ത്യയിൽ നോക്കൂ, സുപ്രീം കോടതി ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ അതിന് ഭരണഘടനാ പദവിയായി, അതിന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തു, അതിന് ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയൊന്നും ഓർത്തുകൊള്ളുക. സ്വതന്ത്ര ഇന്ത്യയിൽ സുപ്രീം കോടതി മന്ദിരത്തിന് തറക്കല്ലിട്ടതാര്? അത് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദാണ്.
1954 ഒക്ടോബർ 29 സുപ്രീം കോടതിയുടെ മന്ദിരത്തിന് തറക്കല്ലിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം. 1950 നിലവിൽ വന്നു എന്ന് പറയുന്നു. 54 സുപ്രീം കോടതി മന്ദിരത്തിന് തന്നെ തറക്കല്ലിടുന്നത്. അപ്പൊ ഈ സുപ്രീം കോടതി എവിടെയാ പ്രവർത്തിച്ചിരുന്നത്? പാർലമെന്റ് മന്ദിരത്തിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. നിലവില് സുപ്രീം കോടതി മന്ദിരം നിലവിലെ മന്ദിരത്തില് അല്ലെങ്കിൽ ബിൽഡിംഗിൽ സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചത് 1958 54 ഈ മന്ദിരത്തിന് തറക്കല്ലിട്ടു. 58 ആ മന്ദിരം പൂർത്തീകരിച്ച് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആ പുതിയ മന്ദിരത്തിൽ സുപ്രീം കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചു. അതുവരെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും പറയും ന്യൂഡൽഹിയാണ്, അല്ലെ? ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പക്ഷെ അതിന്റെ പിൻകോഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിൻകോഡ് മാറി, പഴയതല്ല. ഇപ്പം 110-001. നേരത്തെ 110-201 എന്നായിരുന്നു. 110-201 അത് മാറിയിട്ട് ഇപ്പം 110-001 ആണ് പുതിയ പിൻകോഡ് നമ്പർ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പിൻകോഡ് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ പഴയത് നിങ്ങൾ മറന്നോളൂ, പുതിയത് പഠിച്ചാൽ മതി. 110-001 ഇതാണ് സുപ്രീം കോടതിയുടെ പിൻകോഡ്, പുതിയ പിൻകോഡ്. അപ്പൊ സുപ്രീം കോടതി ഞാൻ പറഞ്ഞു ഭരണഘടനയിൽ ഉൾപ്പെടുത്തി, അതിന്റെ അനുച്ഛേദങ്ങൾ വന്നു. സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 124 മുതൽ 147 വരെ. ഇതിലെ പ്രധാന ആർട്ടിക്കിളുകൾ നമുക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഓർക്കുക, സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ 124 മുതൽ 147 വരെയാണ്. 124 മുതൽ 127 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്ന് പറയാമോ? ഇപ്പൊ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ടെന്ന് വെച്ചാൽ 34 ജഡ്ജിമാരാണ് ഉള്ളത്. അതെങ്ങനെയാണ്? ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലെ ആ ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത്. ഒരു ചീഫ് ജസ്റ്റിസും 33 ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഡ്ജിമാരുടെ അംഗസംഖ്യയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ അംഗസംഖ്യയിൽ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗസംഖ്യയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കെന്ന് വെച്ചാൽ പാർലമെന്റിനാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ അംഗസംഖ്യയിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ പാർലമെന്റിനാണ് എന്ന് ഓർക്കുക. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ ഓർക്കണം, രാഷ്ട്രപതി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് രാഷ്ട്രപതിയുടെ ഒരു ജുഡീഷ്യൽ പവറിൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ നീതിന്യായ അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവിടെ പരീക്ഷയ്ക്ക് സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മറക്കരുത്, ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നതാണ് ഗവർണർ. അത് ഒരിക്കലും മറക്കരുത്. ആ ചോദ്യം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ആണെന്ന് പറഞ്ഞു. ഈ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സാധാരണയായി സുപ്രീം കോടതിയിലെ മുതിർന്ന ഒരു ജഡ്ജിയാണ് ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്നത്. അങ്ങനെ ആണോ നിർബന്ധമൊന്നുമില്ല, എന്നാൽ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന ജഡ്ജിയാണ് സാധാരണയായി ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെടുന്നത്. ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആര്? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും മറ്റ് ജഡ്ജിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരെന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ അതും രാഷ്ട്രപതിക്കാണ്. മറക്കാതിരിക്കുക. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്?
സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം. എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഒന്ന്. രണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യതയാണ്, ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്ത്യൻ പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. അടുത്തത് ഓർ, അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, ഓർ പറയണം. സുഹൃത്തുക്കളെ ഓർക്കുക, ആദ്യം പറഞ്ഞതിൽ ഓർ ഇല്ല. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ സിറ്റിസൺ ഓഫ് അമേരിക്ക എന്നൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഇന്ത്യൻ പൗരൻ തന്നെ ആയിരിക്കണം. എന്നിട്ട് എന്തായിരിക്കണം? ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓർ പറയണം. അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അഭിഭാഷകനായി, അഡ്വക്കേറ്റായി 10 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. ഓർ, വീണ്ടും ഒരു ഓർ പറയാണ്. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കണം. ഹി ഷുഡ് ബി എ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി പ്രസിഡന്റ്. ഇതാണ് യോഗ്യത. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? വാസ്തവത്തിൽ 2 പോയിന്റേ ഉള്ളൂ. രണ്ടാമത്തത് ഓർ നമ്മൾ പറയുകയാണ്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം, ഓർ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അഭിഭാഷകനായി 10 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരുന്നാലും മതി. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ ഒരു പ്രഗത്ഭനായ നിയമജ്ഞനായിരുന്നാലും മതി. പക്ഷെ ആദ്യം പറഞ്ഞ പോയിന്റ് നിർബന്ധമാണ്. ഏത്? ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വേണമെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. നന്നായി ഓർത്തു വെച്ചോളുക. ഇനി നോക്കൂ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം എത്ര? മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം എത്ര? പ്രതിമാസ ശമ്പളം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് സമാനമല്ല ജഡ്ജിമാരുടെ ശമ്പളം, വ്യത്യസ്തമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് 2,80,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രതിമാസ ശമ്പളം 2,80,000 രൂപയാണ്. എന്നാൽ ജഡ്ജിമാരുടെ ശമ്പളം 2,50,000 രൂപയാണ്. ഇത് നിങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇക്വലൻ ടു ദി സാലറി ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ശമ്പളം 2,50,000 എന്ന് പറഞ്ഞാൽ ഇതൊരു ഈക്വൽ സ്റ്റാറ്റസ് ആണ്. സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നതും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നതും. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000, സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം 2,50,000. ഇനി ഈ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്, സഞ്ചിത നിധി. ഇന്ത്യൻ ഭരണഘടനയിലെ 266 വകുപ്പിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, നമുക്കറിയാം. ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് അഥവാ സഞ്ചിത നിധിയിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ശരിക്ക് സാമ്പത്തിക നിധി, സംയോജിത സാമ്പത്തിക നിധി എന്നൊക്കെ പറയാം നമുക്ക് ഇതിനെ. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എന്ത് നൽകുന്നത്? ജഡ്ജിമാരുടെ ശമ്പളം നൽകുന്നത്. ഇനി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. 65 വയസ്സ് വരെ സുപ്രീം കോടതി ജഡ്ജിയായി തുടരാം. 65 വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്തിരിക്കണം. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയെന്ന് വെച്ചാൽ 65 വയസ്സ്. ഇനി ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടി, അത് ഹൈക്കോടതിയാലും സുപ്രീം കോടതിയാലും സെയിം തന്നെയാണ്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിയുടെ പേര് ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയൊക്കെ നീക്കം ചെയ്യുന്നത് പോലെ, CAG ഒക്കെ നീക്കം ചെയ്യുന്നത് പോലെ ഇംപീച്ച്മെന്റിലൂടെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ പുറത്താക്കുന്നത്, നീക്കം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇംപീച്ച്മെന്റ് നോക്കൂ, പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടികള് തുടക്കം കുറിക്കുന്നത് എവിടെ? ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിയോ നമ്മൾ നീക്കം ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. ആ ഇംപീച്ച്മെന്റ് നടപടികൾ
പാർലമെന്റിൽ എവിടെയാണ് തുടക്കം കുറിക്കേണ്ടതെന്ന് വെച്ചാൽ പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലാണ്. അതായത് ഈ ഇംപീച്ച്മെന്റ്, ഇവരെക്കുറിച്ചുള്ള ആക്ഷേപ വിചാരണ തുടക്കം കുറിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെന്റിലെ ഏതെങ്കിലും ഒരു സഭയിലായിരിക്കും. പക്ഷെ ഇരു സഭകളും അംഗീകരിച്ചാൽ മാത്രമേ ഇംപീച്ച്മെന്റ് പൂർത്തിയാവുകയുള്ളൂ. പാർലമെന്റിലെ ഇരു സഭകളുടെയും അംഗീകാരത്തോടുകൂടി മാത്രമേ രാഷ്ട്രപതിയായാലും ശരി ജഡ്ജിമാരായാലും ശരി ഇംപീച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഇംപീച്ച്മെന്റ് ഒരു പ്രത്യേക രീതിയാണ്, നമുക്കറിയാം. ഏതെങ്കിലും ഒരു സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം അവതരിപ്പിക്കാം. അത് ലോകസഭയിൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല, രാജ്യസഭയിൽ തന്നെ ആകണമെന്നില്ല. എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ്, ഏതെങ്കിലും ഒരു സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നു, ആ സഭ പാസ്സാക്കുന്നു, അടുത്ത സഭയ്ക്ക് അയച്ചു കൊടുക്കുന്നു, ആ സഭയും പാസ്സാക്കുന്നു. അങ്ങനെയാണ് ഇംപീച്ച്മെന്റ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സഭകളും പാസ്സാക്കിയാലേ ഇംപീച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വന്ന ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണെന്നറിയോ? ഇംപീച്ച്മെന്റ് നടപടി ഇംപീച്ച് ചെയ്തില്ല, ഇംപീച്ച് ചെയ്ത് പുറത്തൊന്നും ആക്കിയിട്ടില്ല. പക്ഷെ ഇംപീച്ച്മെന്റ് നടപടികൾ ലോകസഭയിലാണ് ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വന്ന സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. 1993 ലോകസഭയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വന്നു. ഓർത്തോളുക, ജഡ്ജിയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയില്ല. പക്ഷെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതാണ്: ദി ഫസ്റ്റ് ജഡ്ജ് അഗൻസ്റ്റ് ഹൂം ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സ് വെയർ ഇനിഷ്യേറ്റഡ്. ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടേണ്ടി വന്ന ആദ്യ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി 1993. ഇനി രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്ന ആദ്യ ജഡ്ജി, അത് സുപ്രീം കോടതി ജഡ്ജിയല്ല, കൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയാണ്. സൗമിത്ര സെൻ 2011 രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്തില്ല, കാരണം അദ്ദേഹം ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം റിസൈൻ ചെയ്തു പോയി. അതുകൊണ്ട് ഇംപീച്ച് ചെയ്തിട്ടില്ല. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ്. പദവിയിൽ ഉണ്ടെങ്കിലല്ലേ നീക്കം ചെയ്യാൻ പറ്റൂ. രാജിവെച്ച് പോയി ഇംപീച്ച്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ. ആര്? ജസ്റ്റിസ് സൗമിത്ര സെൻ. നോക്കൂ, ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാന കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണെന്ന് പറഞ്ഞു. ഭരണഘടനാപരമായിട്ട് അതിന് ചില അധികാരങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏത് കോടതികൾക്കും അതിൻ്റെതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അധികാര പരിധിയുണ്ട്. സുപ്രീം കോടതിക്കും അതിൻ്റെതായ അധികാര പരിധിയുണ്ട്. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അതിലേക്ക് വരാം. അതിനുമുമ്പ് 1-2 ടേംസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. പച്ച മലയാളത്തിൽ പറഞ്ഞ നീതിന്യായ പുനഃപരിശോധനാധികാരം. ജുഡീഷ്യൽ റിവ്യൂ പവർ അഥവാ നീതിന്യായ പുനഃപരിശോധനാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ്? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജുഡീഷ്യൽ റിവ്യൂ പവർ. ഇത് ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും ഒരു വിശേഷാധികാരമാണെന്ന് ആദ്യം ഓർക്കുക. എന്ത് വിശേഷാധികാരമാണ്? പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാനുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളത്? ഇന്ത്യയിൽ ആർക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളതെന്ന് വെച്ചാൽ പാർലമെന്റിന്. സംസ്ഥാനങ്ങളിലോ? സംസ്ഥാന നിയമസഭകൾക്ക്. പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണ അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു നിയമവും നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഭരണഘടനാപരമായിട്ടേ നിയമനിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂ. പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതികളുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. നിർബന്ധമായി പഠിക്കണം. പവർ ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു റിവ്യൂ ദി ലോ ഫോർമുലേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. If it is unconstitutional, such law can be suspended by the court. ഇനി അങ്ങനെ പുനഃപരിശോധിക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായ ജനവിരുദ്ധമായ നിയമമാണ്, ഈ നിയമനിർമ്മാണ സഭകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നു എങ്കിൽ അത് റദ്ദു ചെയ്യാനുള്ള അധികാരവും കോടതികൾക്കുണ്ട്. ആ വിശേഷ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ, നീതിന്യായ പുനഃപരിശോധനാധികാരം. സിമ്പിളാണ്,
നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചോളൂ. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമായ സാധുതയുണ്ടോ, ആ നിയമങ്ങൾ ഭരണഘടനാ പ്രകാരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതികളുടെ അധികാരം. അത് ഭരണഘടനാപരമല്ലെങ്കിൽ അത് റദ്ദു ചെയ്യാനും കോടതികൾക്ക് അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. ഏത് രാജ്യത്തു നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം USA നിന്ന്, അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത്. ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് വെച്ചാൽ 13, ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13, ആർട്ടിക്കിൾ 13. ക്ലിയർ അല്ലേ? അത് അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളെ ജുഡീഷ്യൽ റിവ്യൂ പവറുമായി ബന്ധപ്പെട്ടുള്ളൂ. അത് നിർബന്ധമായും പഠിച്ചു വെക്കണം. അടുത്ത് നോക്കൂ, അമിക്കസ് ക്യൂരി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ, അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞാൽ എന്താണോ? ഈ അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫ് കോർട്ട് എന്നാണ്. കോടതിയുടെ സുഹൃത്ത്. ഇതൊരു ലാറ്റിൻ പദമാണ് അമിക്കസ് ക്യൂരി എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫ് കോർട്ട്, കോടതിയുടെ സുഹൃത്ത് എന്നാണ്. എന്താണെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ നിജസ്ഥിതി കോടതി അറിയിക്കുന്നതിന് വേണ്ടി കോടതി നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് അമിക്കസ് ക്യൂരി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള, രണ്ട് കക്ഷികൾ ഉണ്ടാവില്ല ഒരു കേസാകുമ്പോൾ. ആ രണ്ട് കക്ഷികളും കോടതിയുടെ മുമ്പിൽ ന്യായാന്യായങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി കോടതിക്ക് തന്നെ കൺഫ്യൂഷനായി. ഇത് എവിടെയാണ് ശരി, എവിടെയാണ് ശരികേട്, കുറെ കൂടെ വസ്തുനിഷ്ഠമായി അതിനെ പഠിക്കണമെന്ന് കോടതിക്ക് തോന്നി. അപ്പം കോടതി എന്ത് ചെയ്യും? കോടതി ഒരു വക്കീലിനെ അമിക്കസ് ക്യൂരി ആയിട്ട് നിയമിക്കും. അവിടെ പോയി ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുക. വക്കീലാണ്, അത് ഒരു അമിക്കസ് ക്യൂരി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം, ഇവിടെ രണ്ട് വക്കീലുണ്ടല്ലോ, വാദിഭാഗവും പ്രതിഭാഗവും വക്കീലുണ്ടല്ലോ, പിന്നെന്തിനാ മൂന്നാമതൊരു വക്കീലിന്റെ ആവശ്യം? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാദിഭാഗം വക്കീൽ എപ്പോഴും ആ വാദിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ തെറ്റുകുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ടായിരിക്കും കോടതിയിൽ വാദിക്കുന്നത്. പ്രതിഭാഗവും അതുപോലെ തന്നെയാണ്. ആ പ്രതിയെ നല്ല എന്താ പറയുന്നത് വിശുദ്ധനാക്കിക്കൊണ്ടാണ് ആ വക്കീല് കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ ഇവിടെ കോടതിക്കൊരു സംശയം വന്നു, ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നറിയാം. അപ്പൊ പുതിയതായിട്ട് മൂന്നാമതൊരു വക്കീലിനെ കോടതി നിയമിക്കുകയാണ്. അപ്പൊ ഈ വക്കീലിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ വക്കീലിനെ ആരെയും മുഖം നോക്കണ്ട. ഈ വക്കീല് ഈ കേസിൽ ഒരു കക്ഷിയുടെയും ഭാഗമല്ലാത്ത ആളാണ്. വാദിയുടെ ഭാഗവുമല്ല, പ്രതിയുടെ ഭാഗവുമല്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? നേരെ വന്ന് ഈ കേസിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കണ്ടെത്തി. കാരണം ഇദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമില്ലല്ലോ, ഏതെങ്കിലും ഒരു കക്ഷിയോട് പ്രത്യേക താല്പര്യമില്ലല്ലോ. ഇദ്ദേഹം പ്രത്യേകിച്ച് ആ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ഈ കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമിക്കസ് ക്യൂരിയെ നിയമിക്കുന്നത്. നല്ലൊരു ടേമാണ്, ലാറ്റിൻ പദമാണ്. ഫ്രണ്ട് ഓഫ് കോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. കോടതിയുടെ സുഹൃത്ത്. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അമിക്കസ് ക്യൂരിയുടെ ഒക്കെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. കോടതിയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ ഒരു കേസുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ നിജസ്ഥിതി കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടി നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ്. അമിക്കസ് ക്യൂരി ഒരു കേസിന്റെയും അമിക്കസ് ക്യൂരി കേസിൽ ഉൾപ്പെട്ട ഒരു കക്ഷിയുടെയും ഭാഗമല്ല. അതൊരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്. ഇനി നോക്കൂ, സുപ്രീം കോടതിയുടെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വരുന്നത്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഏതാണ്? അതായത് സുപ്രീം കോടതി നാളിതുവരെ പുറപ്പെടുവിച്ചുള്ള കേസിൽ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. അത് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ ബെഞ്ചിൽ? 13 അംഗങ്ങൾ. സാധാരണ ഒരു 5 അംഗം 7 അംഗ ബെഞ്ച് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഇപ്പൊ നോക്കൂ, ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് വന്ന ആ കേസിൽ പുനഃപരിശോധനാ ഹർജി കിട്ടി.
അതിന്റെ പേരിൽ ആ പുനഃപരിശോധനാ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിശാല ബെഞ്ചിന് ആ കേസ് വിട്ടിരിക്കുകയാണ്. 7 അംഗ ബെഞ്ചാണത്. നോക്കൂ, അങ്ങനെയൊക്കെയാണ്. 7 അംഗങ്ങളൊക്കെയാണ് പരമാവധി വരുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായ കേശവാനന്ദ ഭാരതി കേസിൽ 13 അംഗ ബെഞ്ചായിരുന്നു അത്. അത്രയും വലിയൊരു ബെഞ്ച് സുപ്രീം കോടതി ചരിത്രത്തിൽ ഉണ്ടായില്ല. അപ്പൊ ഏറ്റവും വലിയ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് കേശവാനന്ദ ഭാരതി കേസാണ്. 13 ജഡ്ജിമാരായിരുന്നു ആ ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്നത്. ആ സമയത്ത് ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു വെച്ചാൽ SM സിക്രിയാണ്. ഈ കേശവാനന്ദ ഭാരതി കേസിന്റെ സമയത്ത് 1973 കേശവാനന്ദ ഭാരതി കേസ്. ആ സമയം സുപ്രീം കോടതി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് SM സിക്രിയാണ്. ക്ലിയർ ആയല്ലോ. ഇനി മറ്റൊരു ടേം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സുപ്രീം കോടതി എടുക്കുമ്പോൾ ഞാൻ ആദ്യം വളരെ പ്രധാനപ്പെട്ട കുറേ ഏരിയകൾ പറയുകയാണ്. യഥാർത്ഥ സുപ്രീം കോടതിയുടെ അധികാര പരിധിയിലേക്കോ ആർട്ടിക്കിളിലേക്കോ നമ്മൾ പോയിട്ടില്ല. ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിയാതെ പഠിക്കുമ്പോൾ വിട്ടുപോകുന്ന പോർഷനാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ആദ്യം നിങ്ങൾ ശ്രദ്ധയിലൊന്ന് പെടുത്തിയിട്ട് സുപ്രീം കോടതിയിലെ ആർട്ടിക്കിളിലേക്കൊക്കെ നമുക്കൊന്ന് കടക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ദേശീയ ജുഡീഷ്യൽ അക്കാഡമി എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ദേശീയ ജുഡീഷ്യൽ അക്കാഡമി, ശ്രദ്ധിക്കുക, നീതി നിർവഹണത്തില് ജഡ്ജിമാർക്കും മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് ദേശീയ ജുഡീഷ്യൽ അക്കാഡമി. എന്താണ് ദേശീയ ജുഡീഷ്യൽ അക്കാഡമി എന്ന് പറയുന്നത്? നീതി നിർവഹണത്തിൽ ജഡ്ജിമാർക്കും മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാർക്കും പരിശീലനം നൽകുന്ന സ്ഥാപനത്തിന്റെ പേരാണ് ദേശീയ ജുഡീഷ്യൽ അക്കാഡമി. ഓക്കെ ആണല്ലോ. ഈ ദേശീയ ജുഡീഷ്യൽ അക്കാഡമി, നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി നിലവിൽ വന്നതെന്നാണ്. നോക്കൂ, ഇവിടെ നീതി നിർവഹണത്തിൽ ജഡ്ജിമാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഒക്കെ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ദേശീയ ജുഡീഷ്യൽ അക്കാഡമി നിലവിൽ വന്നത്. 1993 ഓഗസ്റ്റ് 17 ഡേറ്റ് ഓർക്കുക. 1993 ഓഗസ്റ്റ് 17 ദേശീയ ജുഡീഷ്യൽ അക്കാഡമി നിലവിൽ വന്നത്. ദേശീയ ജുഡീഷ്യൽ അക്കാഡമിയുടെ ആസ്ഥാനം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭോപ്പാലാണ്, മധ്യപ്രദേശിലെ ഭോപ്പാലാണ് ദേശീയ ജുഡീഷ്യൽ അക്കാഡമിയുടെ ആസ്ഥാനം. ദേശീയ ജുഡീഷ്യൽ അക്കാഡമിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എപ്പോഴും ദേശീയ ജുഡീഷ്യൽ അക്കാഡമിയുടെ ചെയർമാനായിട്ട് ആള്. നോക്കൂ, അപ്പോൾ ഒരു ഡേറ്റ് കൂടെ ഓർക്കുക. ദേശീയ നിയമ ദിനം എന്നാണ്. നമ്മൾ ഭരണഘടനാ ദിനമാണ് ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നവംബർ 26 ദേശീയ നിയമ ദിനം. ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവാരാണ്? ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് NR മാധവ മേനോനാണ് ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ ജുഡീഷ്യറിയെ കുറിച്ച് പഠിച്ചപ്പോൾ സുപ്രീം കോടതി ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ശരിക്കും നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ സുപ്രീം കോടതി പാർട്ട് 2 സുപ്രീം കോടതിയെ വിശദമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുമായി അനുബന്ധമായി നമ്മൾ ഒഴിവാക്കപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ പവർ, അമിക്കസ് ക്യൂരി, ദേശീയ ജുഡീഷ്യൽ അക്കാഡമി, ഇതൊന്നും നമ്മൾ മുഖ്യധാര സിലബസിലേക്ക് വരുന്നതല്ല. പക്ഷെ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ സുപ്രീം കോടതിയെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ആദ്യ ക്ലാസ്സിൽ തന്നെ ഇത്തരത്തിലുള്ള ടോപ്പിക്ക് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി സുപ്രീം കോടതിയുടെ ആർട്ടിക്കിളിനെ കുറിച്ചും അതിലെ വിശദാംശങ്ങളിലേക്ക്, അതിന്റെ അധികാര പരിധി, ജൂറിസ്ഡിക്ഷനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് പ്രധാനപ്പെട്ട ഏരിയയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഈ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.